കഥ തുടങ്ങുന്നത് നമ്മുടെ കഥാനായികയായ ഷിയെ കഥാനായകൻ തന്നെയായ ഗോങ് തട്ടിക്കൊണ്ടു പോയിരിക്കുന്നത് കാണിച്ചുകൊണ്ടാണ്. തുടക്കത്തിലെ നായകനും നായികയും തമ്മിൽ ഒടക്കാണോ എന്നല്ലേ ചിന്തിക്കുന്നത്. അതേന്നെ, അതൊരു 3 വർഷം പഴയ ഫ്ലാഷ് ബാക്ക് ആണ്. 3 വർഷങ്ങൾക്ക് മുന്നേ ഒരു വലിയ ബിസിനസ് സ്ഥാപനത്തിലെ CEO ആയിട്ടുള്ള ഗോങ്ങിന് ഒരു പ്രശ്നം പറ്റി. അന്ന് ഗോങ് മദ്യത്തിന് എങ്ങനെയോ കീഴ്പ്പെട്ട് ആ ന്യൂ ഇയർ പാർട്ടി ദിവസം ഒരു പെൺകുട്ടിയുടെ കൂടെ സമയം ചെലവഴിച്ചു പോയി. ആ പെൺകുട്ടി ആരാണ് എന്താണ് എന്ന് പിന്നീട് അവന് ഒരു പിടുത്തം ഉണ്ടായിരുന്നില്ല. പക്ഷെ അവളെ അന്വേഷിച്ചായിരുന്നു ഇത്രയും നാൾ അവൻ അലഞ്ഞു നടന്നത്. അവൻ ആ പെൺകുട്ടിയിൽ ഒരു കുഞ്ഞുണ്ടായെന്നും ആ കുഞ്ഞിനെ കണ്ടുപിടിക്കണമെന്നും ഭയങ്കരമായ തെരച്ചിൽ നടത്തുന്നവൻ ഒടുക്കം 3 വർഷങ്ങൾക്കിപ്പുറം ഷീയുടെ അടുത്താണ് വന്നുപെടുന്നത്. അന്ന് ഗോങ്ങിന് ആ ഒരു പ്രശ്നം പറ്റിയ ആ ന്യൂ ഇയർ പാർട്ടി നടന്ന അതേ ബിൽഡിംഗിൽ ഷീയും ഉണ്ടായിരുന്നു എന്ന് കണ്ടെത്തുന്നവൻ ഷീ തന്നെയാണ് ആ പെൺകുട്ടി എന്ന് ഉറപ്പിച്ച് അവളെ തട്ടിക്കൊണ്ടുപോയി എവിടെ എന്റെ കുഞ്ഞെന്നായിരുന്നു അവളെ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. പക്ഷെ ആരാണ് ഗോങ് എന്നോ ഗോങ് പറയുന്ന ഈ കുഞ്ഞ് ആരാണെന്നോ തനിക്ക് അറിയില്ല എന്ന് ഷീ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ 3 വർഷങ്ങൾക്ക് മുന്നേ സംഭവിച്ചു, നീ ആയിരുന്നു എന്റെ കൂടെ ഉണ്ടായിരുന്നതെന്ന് എനിക്ക് ഉറപ്പാണ്, പറ എവിടെ നമ്മുടെ കുഞ്ഞെന്നെല്ലാം ഗോങ് തിരക്കുമ്പോ നിങ്ങൾ ഈ പറയുന്ന പോലെ എനിക്കൊന്നും അറിയില്ല, ഞാൻ നിരപരാധിയാണ്, നിങ്ങൾ ആളും അറിയന്നെ തട്ടിക്കൊണ്ട് വന്നിരിക്കുന്നതാണെന്നെല്ലാം ഷീ പറയുന്നുണ്ടെങ്കിലും ഗോങ് അത് സമ്മതിച്ച് കൊടുത്തതുമില്ല. അങ്ങനെ ഗോങ് ആകട്ടെ ഇവള് സത്യം പറയാതെ വിടില്ല എന്ന ഒരു വാശിയില് ഷീയെ ബന്ദിയാക്കി വെക്കുന്നു. ഇവൻ ലൈ ഡിറ്റക്ടർ വെച്ച് പോലും അവളെ പരിശോധിക്കുന്നുണ്ട്. പക്ഷെ അവൾ പറയുന്നത് സത്യമാണെന്ന് കണ്ടെത്തിയിട്ടും അവൻ അവളെ വിടാതെ വീണ്ടും പിടിച്ചു വെക്കുകയാണ്. എങ്ങനെങ്കിലും തന്റെ നിരപരാധിത്വം പ്രൂവ് ചെയ്താലേ ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുള്ളൂ എന്ന് അവൾക്ക് തോന്നുന്നുണ്ട്. കാരണം ഭയങ്കര കർക്കശക്കാരനായ പാരനോയിഡ് പേഴ്സണാലിറ്റി ഡിസോർഡർ എന്ന പ്രത്യേക മാനസികാവസ്ഥയുള്ള ഒരാളാണ് ഈ ഗോങ്. ആ ഒരു മാനസികാവസ്ഥ ഉള്ളവർ എപ്പോഴും മറ്റുള്ളവരെ സംശയിക്കും, ആരെയും വിശ്വസിക്കാൻ തയ്യാറാവാത്ത ഒരു പ്രത്യേക പ്രകൃതം. അതുകൊണ്ട് ഗോങ് ആരോപിക്കുന്ന കണക്ക് ഗോങ്ങുമായി തനിക്ക് അന്ന് ഒരു ബന്ധവും ഉണ്ടായിട്ടില്ല എന്നത് പ്രൂവ് ചെയ്യാനായി എന്ത് ചെയ്യാൻ സാധിക്കും എന്നതായിരുന്നു ഷീ അപ്പോ ആലോചിക്കുന്നത്. എന്നാലും അവളെ പട്ടിണി കിട്ടുപോലും ഗോങ് സത്യം പറയിപ്പിക്കാനായി നോക്കുന്നുണ്ട്. താൻ പറയുന്നത് സത്യമായതുകൊണ്ട് തന്നെ പട്ടിണി കിടന്നിട്ടും അവൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ ഒരു ആൻസർ അവളിൽ നിന്ന് കിട്ടാതെ വരുമ്പോൾ അവളോട് കുറച്ച് മയത്തിൽ ഗോങ് സംസാരിക്കുന്നു. ഞാനല്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പെൺകുട്ടി, എനിക്കിത് പ്രൂവ് ചെയ്യാൻ സാധിക്കും, പക്ഷെ എന്നെ ഇവിടെ പൂട്ടിയിട്ടിരുന്നാൽ എനിക്ക് എങ്ങനെ അതിന് കഴിയാനാണ്, എന്നെ ഒന്ന് തുറന്നു വിടാം, ഞാൻ അതിനുള്ള തെളിവുകൾ ശേഖരിച്ചിട്ട് വരാമെന്ന് ഷീ പറയുമ്പോ ശരി പൊക്കോളാനായി ഗോങ് അവളെ പറഞ്ഞു വിടുന്നു. തെളിവുകൾ ശേഖരിക്കാനായിട്ടാണ് ഈ വിടുന്നത്. അവളാകട്ടെ വേഗം അവൾ ഇഷ്ടപ്പെടുന്ന അവളെ പ്രണയിച്ചിരുന്ന ചു എന്ന പയ്യനെ കാണാനായി പോകുന്നുണ്ട്. പക്ഷെ ഇപ്പൊ അവൾ അറിയുന്നത് അവൻ അവളെ ആത്മാർത്ഥമായിട്ടല്ല പ്രണയിച്ചിരുന്നതെന്നും അവന് വേറൊരു വിവാഹം ഉറപ്പിച്ചു വെച്ചിരിക്കുകയാണ് എന്നുമുള്ള വാർത്തകളാണ്. അവൻ ഇപ്പൊ നടത്തുന്ന ഈ വെളിപ്പെടുത്തൽ കേട്ട് അവൾ ഒരുപാട് അപ്സെറ്റ് ആവുന്നുണ്ട്. അവർ ഒരു ഷോപ്പിൽ വെച്ച് കണ്ടുമുട്ടിയ സമയം അവിടെ ഉണ്ടായിരുന്ന വലിയ വിലപിടിപ്പുള്ള ഒരു ഐറ്റം തന്നെ ഈ ഒരു ഷോക്കിൽ അവളുടെ കൈ തട്ടി പൊട്ടിപ്പോകുന്നുണ്ട്. അതിന്റെ വില അവൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്ത വലിയൊരു തുക തന്നെയാണ്. ആകെ പെട്ടുപോകുന്ന അവൾ സഹായത്തിനായി ഗോങ് അവളെ തട്ടിക്കൊണ്ടു പോയ ശേഷം അവിടെ വെച്ച് പരിചയപ്പെട്ട ഗോങ്ങിന്റെ അസിസ്റ്റന്റിനെ വിവരം അറിയിക്കുന്നു. ഈ അസിസ്റ്റന്റ് അവളോട് കുറച്ച് മനസ്സലിവോടുകൂടിയാണ് പെരുമാറിയിരുന്നത്. അതുകൊണ്ടാണ് അവൾ പെട്ടെന്ന് തന്നെ ആളിനോട് സഹായം ചോദിക്കുന്നത്. അങ്ങനെ അവിടേക്ക് ഗോങ്ങും അസിസ്റ്റന്റും ഈ കാര്യം അറിഞ്ഞെത്തുന്നുണ്ട്. അവർ ആ കാശ് കൊടുത്ത് അവിടുത്തെ പ്രശ്നം സെറ്റിൽ ചെയ്ത് അവളെ കൂടെ കൊണ്ടുപോകുന്നുണ്ട്. 2 കണ്ടീഷൻ മുന്നിൽ വെക്കുന്നു. ഒന്നെങ്കിൽ ഇപ്പോ അവർ സെറ്റിൽ ചെയ്ത കാശിന് പലിശയും കൂടി ചേർത്ത് ഇവർക്ക് തിരിച്ചു കൊടുത്ത് അവൾക്ക് പോകാം, അല്ലെങ്കിൽ ഒരു കോൺട്രാക്ട് കണക്ക് ഗോങ്ങിന്റെ കൂടെ അവൾ സത്യം തെളിയിച്ച് ഗോങ്ങിന്റെ കൂടെ ആ 3 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ന്യൂ ഇയർ പാർട്ടിയിൽ അവൾ അല്ല ഉണ്ടായിരുന്നതെന്ന് പ്രൂവ് ചെയ്ത് അവൾക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടു പോവാം. ഇതിൽ രണ്ടിലൊന്ന് അവൾ തെരഞ്ഞെടുത്തേ പറ്റുമെന്ന് പറയുമ്പോൾ ആ വലിയ തുക കൊടുക്കാനായി കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് തന്റെ നിരപരാധിത്വം തെളിയിക്കുന്നത് വരെ ഇവിടെ നിൽക്കാനായി അവൾ തീരുമാനിക്കുന്നു. എന്തായാലും അവൾ അങ്ങനെ അവന്റെ കൂടെ പറയുന്ന കണക്ക് നിൽക്കാനായി തീരുമാനിച്ചല്ലോ. ഒരേ സ്ഥലത്ത് താമസിക്കുന്നതിന്റെ ഇടയിൽ അവന് വേണ്ടി ഫുഡൊക്കെ കുക്ക് ചെയ്ത് കൊടുക്കേണ്ട ചില സാഹചര്യങ്ങളിൽ അവൾ എത്തുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകെ ഷീക്ക് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് ആയ ചുവിന്റെ വിവാഹത്തിൽ പങ്കെടുക്കേണ്ടി വരുന്നു. അതിന് കാരണം ആ ഒരു കല്യാണത്തിലെ കല്യാണ പെണ്ണ് മറ്റാരും അല്ല, ഷീയുടെ സഹോദരിയാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ ചുവിന് ഒരു അപകടത്തിൽ കാഴ്ചശക്തി നഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആ സമയത്ത് അതൊരു കുറവായി പോലും കണക്കാക്കാതെ ഷീ അവനെ വളരെയധികം കെയർ ചെയ്ത് അങ്ങനെ രണ്ടുപേരും പ്രണയത്തിലായിരുന്നു. പക്ഷെ അവന്റെ കണ്ണിന്റെ സർജറി കഴിഞ്ഞ് കാഴ്ചശക്തി അവന് തിരിച്ചു കിട്ടുന്ന ആ ഒരു സമയം ഷീയുടെ സ്റ്റെപ്പ് സിസ്റ്റർ ചുവിനെ അത്രയും നാൾ അവനെ കെയർ ചെയ്ത പെൺകുട്ടി അവളാണെന്ന ധാരണയില് അവനെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ച് അവളിൽ നിന്ന് അകറ്റിയെടുത്തതാണ്. അതുകൊണ്ട് തന്നെയാണ് അവൻ പിന്നീട് ആ പെൺകുട്ടിയെ പ്രണയിക്കാനായി ആരംഭിച്ചത്. സത്യം വെളിപ്പെടുത്താനോ അവനെ തിരിച്ചു നേടാനോ ഒരു സാവകാശം ഷീക്ക് കിട്ടിയില്ല. അതിന്റെ ഇടയിൽ ഗോങ്ങും കൂടി വന്ന് കൂടുതൽ അവളെ പ്രശ്നത്തിലാക്കുകയായിരുന്നല്ലോ. അവൻ അവളെ തട്ടിക്കൊണ്ടുപോയി ഇവരുമായി കമ്മ്യൂണിക്കേഷൻ ഒന്നും ഇല്ലാത്ത ഒരു അവസ്ഥയിൽ അവളെ കൊണ്ടുവന്ന് എത്തിച്ചിരുന്നല്ലോ. അങ്ങനെ എന്തായാലും അവൾ അത്യാവശ്യം നല്ല സങ്കടത്തിൽ തന്നെയാണ് ഈ നടക്കുന്ന കാര്യങ്ങൾ ഓർത്ത്. അതിന്റെ ഇടയിൽ എങ്ങനെങ്കിലും തന്റെ നിരപരാധിത്വം തെളിയിച്ച് ഗോങ്ങിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം എന്നും അവൾ ഓർക്കുന്നുണ്ട്. അതിനായി അവളുടെ ഒരു കൊളീഗായ പെൺകുട്ടിയെ അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട്. കാരണം ആ ഒരു ദിവസം താൻ ഈ ഗോങ് ആരോപിക്കുന്ന കണക്ക് അവന്റെ കൂടെ അല്ലായിരുന്നു ഉണ്ടായിരുന്നത്, ഈ കൊളീഗിന്റെ കൂടെ ജോലി കാര്യങ്ങൾ ചെയ്ത് ബിസി ആയിരുന്നു എന്നത് അവളെ കൊണ്ട് പറയിപ്പിക്കണം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിലും ഷീ പറയുന്ന കണക്കൊന്നും ഈ കൊളീഗിനെ കണ്ടെത്തുമ്പോൾ അവൾ പറയുന്നില്ല. ഷീയുടെ ആരോപണങ്ങൾ തെറ്റാണ്, ഷീ അന്നത്തെ ദിവസം എവിടെയായിരുന്നു, എന്ത് ചെയ്യായിരുന്നു എന്നൊന്നും തനിക്ക് അറിയില്ല എന്നതായിരുന്നു അവളുടെ മറുപടി. അത് ഷീയെ വളരെ ഞെട്ടിക്കുന്നു. അങ്ങനെ ഓരോ ദിവസം കഴിയുന്തോറും സത്യം തെളിയിക്കാൻ കഴിയാതെ ഗോങ് ആരോപിക്കുന്ന കണക്ക് തന്നെ അവന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി അവൾ തന്നെ ആണെന്ന രീതിയിൽ അവന്റെ ഉള്ളിൽ കൂടുതൽ അവളോട് ദേഷ്യം തോന്നി തുടങ്ങുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതലായി അവളെ അവൻ ടോർച്ചർ ചെയ്യുന്നുണ്ട്. അവൾ തന്നെയാണ് ആ പെൺകുട്ടി എന്ന് സംബന്ധിച്ച് എവിടെയാണ് അവർക്കുണ്ടായ കുഞ്ഞെന്ന് കാട്ടിക്കൊടുക്കാൻ വേണ്ടി. ഇങ്ങനെയൊക്കെ അവളോട് അവൻ പെരുമാറുന്നുണ്ട്.
ചെയ്യുന്നുണ്ടെങ്കിലും അവൾക്ക് അവളുടെ ഫാമിലിയിലുള്ളവർ മൂലം ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അവൻ അവളെ വളരെ കെയറോട് കൂടി നോക്കുന്നുണ്ട്. ഇതേ സമയം തന്നെ ചു ഷിയെ റിജക്ട് ചെയ്ത് അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കല്യാണം കഴിക്കാനായി തയ്യാറായെങ്കിലും അവൻ അവളെ വളരെയധികം കെയർ ചെയ്യുന്നുണ്ട്. എന്തായാലും അപ്പോഴേക്കും തന്റെ ആ കൊളീഗിന് സത്യമെല്ലാം അറിയാം. മനഃപൂർവ്വം പറയാത്തതാണെന്ന് മനസ്സിലാക്കുന്ന ഷീ കൊളീഗിന്റെ ഫോൺ ഒന്ന് ഹാക്ക് ചെയ്യാനായി തീരുമാനിക്കുന്നു. അതിന് ഗോങ്ങിനോട് തന്നെ അവൾ സഹായം ചോദിക്കുകയാണ്. കാരണം അവനും സത്യം അറിയണമല്ലോ. അവൻ കൊളീഗിന് ഈ ഫോണിൽ നടത്തുന്ന സംഭാഷണങ്ങളൊക്കെ ഷീക്ക് ചോർത്താനായിട്ടുള്ള ഒരു ഡിവൈസും അവൾക്ക് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നു. അപ്പോഴേക്കും ചൂവിന് താനിപ്പോ കല്യാണം കഴിക്കാനായി സമ്മതിച്ചിരിക്കുന്ന ഞാൻ യഥാർത്ഥത്തിൽ തന്നെ തെറ്റിദ്ധരിപ്പിച്ച് ഈ വിവാഹത്തിലേക്ക് കൊണ്ടുവന്നെത്തിക്കാൻ നോക്കുകയാണ്. അവൾ ആയിരുന്നില്ല തന്റെ സർജറിക്ക് മുന്നേ തന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, അത് ഷീ തന്നെയാണ് എന്നത് മനസ്സിലാവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ ആ കാര്യത്തെ പറ്റി ഷീയോട് സംസാരിക്കുന്നു. ഇവൻ തന്നെ തിരിച്ചറിഞ്ഞതിൽ അവൾ ഒരുപാട് ഹാപ്പിയാണ്. എന്നിരുന്നാലും അവൾക്ക് അങ്ങനെ ഇപ്പൊ ഒന്നിച്ച് അവന്റെ കൂടെ പോകാനേ കഴിയില്ല. കാരണം ഗോങ്ങിന്റെ അടുത്ത് അവളുടെ നിരപരാധിത്വം തെളിയിച്ചേ അവൾക്ക് പോകാനേ കഴിയും. അതുകൊണ്ട് തന്നെ ഷീയും ചൂവും കൂടി ഷീയുടെ കൊളീഗിനോട് സത്യങ്ങൾ നേരിട്ട് ചെന്ന് തിരക്കുമ്പോ ഇതുപോലെ വലിയ ബിസിനസ്സുകാർ നടക്കുന്ന പാർട്ടിയില് ബിസിനസ്സുകാർ പങ്കെടുക്കുന്ന പാർട്ടിയിൽ ചെന്ന് താൻ ഏതെങ്കിലും ഒരു വലിയ ബിസിനസ്സുകാരനെ ലഹരി മരുന്നൊക്കെ കൊടുത്ത് ആ ഒരു അവസരം മുതലാക്കി അയാളുടെ കൂടെ സമയം ചെലവഴിച്ചു കഴിഞ്ഞാൽ ഒരുപക്ഷെ അവരുടെ കുഞ്ഞിന്റെ പേരിലെങ്കിലും കുറച്ച് നാളുകൾക്ക് ശേഷമാണെങ്കിൽ പോലും അയാളുടെ ലൈഫിൽ തനിക്കൊരു സ്ഥാനം കിട്ടും, തന്റെ ലൈഫ് അതുവഴി ഇംപ്രൂവ് ചെയ്യാം, നല്ല രീതിയിൽ സമ്പന്നമായി തനിക്ക് ജീവിക്കാം എന്നൊക്കെയുള്ള ധാരണയിൽ അവൾ അന്ന് അതിനെ ശ്രമിച്ചിരുന്നു എന്നത് ഷീക്ക് മനസ്സിലാകുമ്പോ അപ്പോ തന്റെ കൊളീഗാണ് ഗോങ് പറയുന്ന പെൺകുട്ടി, ഗോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്നത് അവളാണ്. അത് ഗോങ്ങിന്റെ അടുത്ത് എത്രയും പെട്ടെന്ന് പറഞ്ഞ് താൻ ഗോങ്ങിന്റെ അടുത്ത് നിന്ന് രക്ഷപ്പെടണം എന്നത് ഷീ തീരുമാനിക്കുന്നു. അങ്ങനെ തന്റെ കൊളീഗിനെയും കൊളീഗിന്റെ കൂടെയുള്ള കുട്ടിയെയും ഗോങ്ങിന്റെ അടുത്ത് കൊണ്ടുപോയി ഇതാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി, കൂടാതെ ഇതാണ് നിങ്ങൾ അന്വേഷിക്കുന്ന നിങ്ങളുടെ കുട്ടിയെന്നും ഷീ പറയുമ്പോൾ അത് ഗോങ് വിശ്വസിക്കുന്നില്ല. ഈ കൊച്ചിന്റെ DNA പരിശോധന നടത്തിയ ശേഷം മാത്രമേ കുഞ്ഞിന്റെ അച്ഛൻ താനാണ് എന്നത് കൺഫേം ചെയ്ത് താൻ ഇതാണ് സത്യമെന്ന് വിശ്വസിക്കുമെന്ന് ഗോങ് അപ്പോഴേ പറയുന്നു. അങ്ങനെ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഒരിക്കലും അത് അവന്റെ കുഞ്ഞല്ല എന്ന് തെളിയുന്നുണ്ട്. ആക്ച്വലി അവൾ ഇതുപോലെ ഒരു പണക്കാരനെ ചാക്കിട്ട് പിടിക്കാൻ ഒരു ശ്രമം നടത്തിയിരുന്നെങ്കിലും അവൾ ഇപ്പൊ ഇവിടെ പറഞ്ഞ കള്ളക്കഥകളൊന്നും അന്ന് അവിടെ സംഭവിച്ചിരുന്നില്ല. തന്നോട് കള്ളം പറഞ്ഞ് തന്നെ അത് വിശ്വസിപ്പിച്ച് ഗോങ്ങിന്റെ മുന്നിൽ തന്നെ നാണം കെടുത്തി തന്നെ ഒരു കള്ളിയാക്കി എന്നൊക്കെ ദേഷ്യം വരുന്ന ഷീ ഇതിനെപ്പറ്റി തിരക്കുമ്പോൾ ചൂ കൂടി അറിഞ്ഞോണ്ടാണ് ഇപ്പോ ഈ കൊളീഗ് ഇങ്ങനെ കള്ളം പറഞ്ഞതെന്ന് അവൾക്ക് വ്യക്തമാവുന്നുണ്ട്. കാരണം എങ്ങനെങ്കിലും ഒരു പെണ്ണ് അവൻ വിശ്വസിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ സെറ്റായി കഴിഞ്ഞാൽ ഷീക്ക് ഗോങ്ങിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെടാമല്ലോ എന്ന ഒരു ഉദ്ദേശത്തിലാണ് ചൂ അത് ചെയ്തത്. എന്തായാലും ചൂവിന് അവനെ പറ്റിച്ച് അവന്റെ ലൈഫിലേക്ക് കടന്നു വരാൻ നോക്കിയ ഷീയുടെ സ്റ്റെപ്പ് സിസ്റ്റർ അല്ല, മറിച്ച് ഷീ തന്നെയാണ് അവനെ കെയർ ചെയ്തിരുന്നത് അവന് കാഴ്ചയില്ലാത്ത സമയത്ത് എന്ന ബോധ്യമായതുകൊണ്ട് ഷീയെ എങ്ങനെയും സ്വന്തമാക്കണം എന്ന ഒരൊറ്റ ലക്ഷ്യമാണുള്ളത്. ഇതേസമയം ഇവരൊക്കെ കൂടി ചേർന്ന് തന്നെ പറ്റിക്കാനായി നോക്കുന്നു എന്ന ദേഷ്യം വരുന്ന ഗോങ് ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഇടപെടുന്നു എന്ന് ആരോപിച്ച് ചൂവിനെ കയ്യേറ്റം ചെയ്യുന്നു. ആ അടിയില് ഇടയിൽ കയറാനായി ഷീ നോക്കുമ്പോ അവൾക്കിടയ്ക്ക് ബോധം പോകുന്നുണ്ട്. ഇതേസമയം ഷീയുടെ സ്റ്റെപ്പ് സിസ്റ്ററായ നിയാൻ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായി തുടങ്ങുന്നുണ്ട്. തന്റെ ഹസ്ബൻഡിനെ തന്റെ സ്റ്റെപ്പ് സിസ്റ്റർ തട്ടിയെടുക്കുന്നു എന്ന കാര്യം ആരോപിച്ചു. കാരണം അപ്പോഴേക്കും ചു നിയാനോട് ഡിവോഴ്സ് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷെ അതിന്റെ ഇടയിൽ അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ തന്നെ അവൾക്കിട്ടൊരു പണി കൊടുക്കാനായി അവൾ കഴിക്കുന്ന മരുന്നിന് പകരം മറ്റൊരു മരുന്ന് മാറ്റിവെക്കുകയും അത് കഴിച്ച് ആകെ ലഹരി തലയ്ക്ക് പിടിച്ച കണക്ക് ആ മരുന്നിന്റെ എഫക്റ്റിൽ മാറുന്ന ഷീ അന്ന് ഗോങ്ങിന്റെ കൂടെ അറിയാതെ സമയം ചെലവഴിക്കുന്നു. അടുത്ത ദിവസം അവൾ ഈ നടന്ന കാര്യങ്ങൾ ഓർത്തെടുക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾക്ക് എന്ത് ചെയ്യണമെന്ന് ഒരു പിടുത്തമില്ല. ഒരു ഭാഗത്ത് ചൂ അവളെ സ്വന്തമാക്കാനായി ഇപ്പൊ പുറകെ നടക്കുന്നു, മറുഭാഗത്ത് അവളുടെ സ്റ്റെപ്പ് സിസ്റ്റർ അവളുടെ ഭർത്താവായ ചൂവിനെ താൻ തട്ടിയെടുക്കുന്നു എന്ന ആരോപണം പബ്ലിക്കിന്റെ മുന്നിൽ ഉന്നയിക്കുന്നു. മറുഭാഗത്ത് ഗോങ് താനായിരുന്നു ഗോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടി എന്ന് ആരോപിക്കുന്നു. അങ്ങനെ ആകെ മൊത്തത്തിൽ ഇപ്പൊ വലിയൊരു പ്രശ്നത്തിലാണ് ഷീ ഉള്ളത്. അങ്ങനെ എന്തെങ്കിലും ആകെ മൊത്തത്തിൽ നടക്കുന്ന ഈ പ്രശ്നങ്ങളൊക്കെ മൂലം ഷീക്ക് വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്നു. അവൾ പാനിക് അറ്റാക്ക് നേരിട്ട് സംസാരശേഷി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ വന്ന് നിൽപ്പുണ്ട്. അവളുടെ മനസ്സ് ഭയങ്കര അസ്വസ്ഥപ്പെട്ടിരിക്കുകയാണ്. അത് മാറുന്ന ഒരു സിറ്റുവേഷനിലല്ലാതെ അവൾ നോർമൽ ആവില്ലെന്നും അവൾ പഴയ കണക്ക് സംസാരിക്കില്ലെന്നും അവളെ പരിശോധിക്കുന്ന ഡോക്ടറിൽ നിന്ന് ഗോങ്ങിന് മനസ്സിലാവുന്നു. അങ്ങനെ ഷീ ആകെ ഇപ്പൊ ഒരു പ്രശ്നത്തിലായിരിക്കുമ്പോൾ ഗോങ് ആണ് അവളോട് ഉണ്ടായിരുന്ന ആ ഒരു പ്രശ്നങ്ങളെല്ലാം മാറ്റിവെച്ച് അവളെ കെയറോട് കൂടി നോക്കുന്നത്. അവന്റെ പരിചരണം ഒന്നുകൊണ്ട് മാത്രം അവൾ ഓക്കെ ആവുകയും അവൾക്ക് വീണ്ടും സംസാരശേഷി ലഭിക്കുകയും ചെയ്യുന്നു. ആദ്യം അത് അവനോട് എടുത്തടിച്ച് പറയാതെ ഒരു സർപ്രൈസ് ആയിട്ടാണ് അവനെ അറിയിക്കുന്നത്. അവൻ ഒരുപാട് ഹാപ്പി ആവുന്നു. അങ്ങനെ ആ ഒരു മൊമെന്റ് രണ്ടുപേരും അവർക്കിടയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെ മറികടന്ന് ഒരു ഇഷ്ടം അവർക്കിടയിൽ ഉണ്ടായി തുടങ്ങി എന്ന കാര്യം തിരിച്ചറിയുന്നു. അങ്ങനെ അവർ പ്രണയിക്കാനായി ആരംഭിക്കുന്നു. ഇവരുടെ ഈ റിലേഷൻഷിപ്പ് അറിഞ്ഞ് ഗോങ്ങിന്റെ അമ്മ അവനെ കാണാനായി എത്തുന്നുണ്ട്. അമ്മയ്ക്ക് ഒട്ടും തന്നെ മോന്റെ പുതിയ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല. മറ്റു പല പെൺകുട്ടികളുടെയും കാര്യം അമ്മ അവനോട് ഡിസ്കസ് ചെയ്യുന്നു. നിനക്ക് ചേർന്ന എത്രയോ പെൺകുട്ടികളുണ്ട്, പിന്നെ എന്തിനെ ഇവളെ പോലെ ഒരാളെ എന്നായിരുന്നു അമ്മയുടെ ചോദ്യം. പക്ഷെ അവൾ തന്റെ ലൈഫിലേക്ക് അപ്രതീക്ഷിതമായി കടന്നു വന്നതിന് ശേഷം അറിഞ്ഞോ അറിയാതെയോ അവൾ തനിക്ക് തരുന്ന ആ ഒരു ഹാപ്പിനെസ് മറ്റാർക്കും തനിക്ക് തരാൻ സാധിക്കില്ല എന്ന തിരിച്ചറിവിന്റെ പുറത്താണ് അവൾ മതി തനിക്ക് എന്ന തീരുമാനം എടുത്തതെന്ന് അവൻ ഉറപ്പിച്ച് പറയുന്നു. അങ്ങനെ ഒരു ബിസിനസ് ആവശ്യത്തിന് ട്രിപ്പ് പോകുന്ന ഗോങ് കൂടെ ഷീയും കൂട്ടുന്നുണ്ട്. അവളെ പുറത്തെ അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാനായി ഇരുത്തിയ ശേഷം അവൻ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായി പോകുന്നു. ആ സമയം അവൾ കിഡ്നാപ്പ് ചെയ്യപ്പെടുന്നു. അകത്ത് മീറ്റിംഗ് അറ്റൻഡ് ചെയ്തിരിക്കുന്ന ഗോങ്ങിന് എന്തോ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ട്. മനസ്സിൽ എന്തോ ഒന്ന് ശരിയല്ലാത്ത കണക്ക്. അങ്ങനെ പുറത്തെത്തുമ്പോഴാണ് അവൻ അവിടെ ഷീ ഇല്ല, അവളുടെ മൊബൈൽ മാത്രമാണ് ഉള്ളത് എന്നത് കാണുന്നത്. അവൾ അപായത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നവൻ അവളെ കണ്ടെത്തുന്നു.
കണ്ടുപിടിക്കുന്നു. അവളെ തട്ടിക്കൊണ്ടുപോകാൻ ഇപ്പോൾ പ്ലാൻ ചെയ്തത് അവളെ ഇഷ്ടമില്ലാത്ത ഗോങ്ങിന്റെ അമ്മയും അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററും നിയാനും കൂടി ചേർന്നാണ്. എന്തായാലും അവിടെ നിന്ന് രക്ഷപ്പെടുത്തി ഷിയെ കൊണ്ടുവരാനായി ഗോങ്ങിന് സാധിച്ചു. അങ്ങനെ അവരുടെ ലൈഫ് വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോകുന്ന സമയത്താണ് താൻ പ്രഗ്നന്റ് ആണെന്ന കാര്യം ഷീ കണ്ടെത്തുന്നത്. അവൾ അത് ഗോങ്ങിനെ അറിയിക്കുന്നു. അവനും ഒരുപാട് ഹാപ്പി ആവുന്നു. ഇതിന്റെ ഇടയിൽ ചൂവിനെ പറ്റി ഒരു വിവരം ഇല്ലാണ്ടാവുന്നുണ്ട്. അവൻ എവിടെ പോയി എന്നതിനെ പറ്റി ഒരു വിവരവും ആർക്കും ഇല്ല. പേഴ്സണാലിറ്റി ഡിസോർഡർ ഗോങ്ങിനുള്ള കാര്യം നമുക്കറിയാലോ. അവൻ ആരെയും പെട്ടെന്ന് വിശ്വസിക്കില്ല. ഈവൻ അവർ 101% സത്യസന്ധമായ കാര്യം അവനോട് പറഞ്ഞാൽ പോലും അവൻ അത് ഈസിയായി വിശ്വസിക്കാൻ കഴിയില്ല. അത് മാറ്റിയെടുക്കാനായി ഒരു സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് ട്രീറ്റ്മെന്റിന് അവനെ കൊണ്ടുപോകുന്നു. പക്ഷേ ഈ സൈക്കാട്രിസ്റ്റ് മാറ്റാരുമല്ല, ഗോങ്ങിനെ കല്യാണം കഴിപ്പിക്കാനായി ഒരു കാലത്ത് ഗോങ്ങിന്റെ അമ്മ പ്ലാൻ ചെയ്തിരുന്ന മായി എന്ന പെൺകുട്ടി തന്നെയാണ്. ആ ഒരു സമയം മായയുടെ സേവനം ഗോങ്ങിന് വളരെ അത്യാവശ്യമാണെന്ന് തോന്നുന്നത് കൊണ്ട് ഷീ മനസ്സോടെ ഗോങ്ങിനെ അങ്ങനെ മായയുടെ അടുത്ത് ട്രീറ്റ്മെന്റിന് ചേർക്കുന്നു. ആദ്യമൊക്കെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നുണ്ട്. വിവാഹം കഴിക്കാതെ തന്നെ അവരിപ്പോ നല്ലൊരു ലൈഫ് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിലും ഒരു വിവാഹം വേണമെന്ന് ആഗ്രഹിക്കുന്ന ഗോങ് ആ ഒരു വെഡിങ് പ്രപ്പോസലൊക്കെ ഷീയുടെ മുന്നിൽ നടത്തുന്നു. അവളും വളരെ സന്തോഷത്തിൽ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. അങ്ങനെ നന്നായി പൊക്കൊണ്ടിരുന്ന കാര്യങ്ങൾ ഇടയ്ക്ക് വെച്ച് തലകീടായി മറിയാൻ തുടങ്ങിയത് മുന്നേ പറഞ്ഞിരുന്നില്ല മായി. അവൾ ഗോങ്ങിനെ കൂടുതലായി അവളിലേക്ക് അടുപ്പിക്കുന്ന ആ ഒരു രീതിയിലായിരുന്നു പിന്നീട് ഷീക്ക് ഫീൽ ആയത്. ഷിയോട് സ്നേഹം കാട്ടിയിരുന്ന ഗോങ് അതൊക്കെ അവസാനിപ്പിച്ച് കൂടുതലായി മായയെ ശ്രദ്ധിക്കാനായി തുടങ്ങുന്നു. അവനാകട്ടെ അതിരുവിട്ട് അവളോട് കയർക്കുകയും അവളുമായി ആദ്യം അവരുടെ റിലേഷൻഷിപ്പ് ഒരു കോൺട്രാക്ട് അടിസ്ഥാനത്തിലാണല്ലോ തുടങ്ങിയത്, അത് ബ്രേക്ക് ചെയ്യണമെന്ന് ആവശ്യപ്പെടുകയും ഒക്കെ ചെയ്യുന്നു. ആദ്യം അതിനൊന്നും ഷീ തയ്യാറായില്ലെങ്കിലും മായയെ സ്വന്തമാക്കാനായിട്ടാണ് ഗോങ് ഇതൊക്കെ ചെയ്യുന്നതെന്ന് വ്യക്തമായി ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ അവൾ ഒഴിഞ്ഞു പോകാനായി തീരുമാനിക്കുന്നു. അങ്ങനെ വീണ്ടും പഴയ കണക്ക് ഒരു സാധാരണ ജീവിതം അവൾ ജീവിക്കാണ്. അതിൽ അവൾക്ക് സങ്കടയില്ല. മറിച്ച് തന്റെ കൂടെ ഒരുപാട് നാൾ സന്തോഷമായിട്ട് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിരുന്ന ഗോങ് തന്നെ ഇങ്ങനെ കാലം മാറിയല്ലോ എന്ന വിഷമമായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അവളുടെ ലൈഫ് അങ്ങനെ വീണ്ടും മുന്നോട്ട് പോകാനായി തുടങ്ങുന്ന ഒരു സമയം വല്ലാത്ത വയറുവേദന എടുത്ത് താമസ സ്ഥലത്ത് ഒറ്റയ്ക്ക് അവൾ പെടയുമ്പോൾ ആരോ എത്തി അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നു എന്നത് മാത്രം മറയാൻ തുടങ്ങിയ ആ ഒരു അവ്യക്തമായ ബോധത്തിൽ അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. അത് യഥാർത്ഥത്തിൽ ഗോങ് ആയിരുന്നു. പക്ഷെ അതപ്പോ അവൾക്ക് മനസ്സിലായില്ല. കാരണം തന്നെ ബ്രേക്കപ്പ് ചെയ്തു പോയി അവൻ വീണ്ടും തന്നെ ഹെൽപ്പ് ചെയ്യാൻ എത്തുമെന്ന് അവളപ്പോ ചിന്തിക്കുന്നേ ഇല്ല. എന്തായാലും ഗോങ് ആകട്ടെ തന്റെ അമ്മയോ അല്ലെ തന്റെ ശത്രുക്കളോ മൂലം ഷീക്ക് ഒരു ആപത്തും വരരുത് എന്ന കാര്യം കൊണ്ടാണ് അവളെ ഒന്ന് സേഫായി ഹാപ്പിയായി വെക്കാനായി ബ്രേക്കപ്പ് ചെയ്യാനായി ശ്രമിച്ചത്. പക്ഷെ അത് ശരിയായില്ല. താൻ വിചാരിച്ചതിലും നേരെ തിരിച്ചാണ് കാര്യങ്ങൾ നടന്നിരിക്കുന്നത്. അവൾക്ക് ഇതുമൂലം ഭയങ്കരമായ സങ്കടമാണ് വന്നിരിക്കുന്നത് എന്ന തിരിച്ചറിവിൽ അവൻ വീണ്ടും അവളെ അന്വേഷിച്ച് ചെല്ലുന്നു, കാര്യങ്ങളെല്ലാം പറഞ്ഞ് സോർട്ട് ഔട്ട് ചെയ്യാനായി. പക്ഷെ അപ്പോഴേക്കും അവളെ തന്റെ അമ്മ തട്ടിക്കൊണ്ടുപോയെന്നും അവളുടെ വയറ്റിലുള്ള തന്റെ കുഞ്ഞിനെ സ്വന്തമാക്കാനായി ഡെലിവറി വരെ അവളെ അമ്മ രഹസ്യമായി കൂടെ പാർപ്പിക്കാനാണ് ചാൻസ് എന്നും അവൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ അവളെ കണ്ടുപിടിക്കുന്നത് അവൻ അത്ര എളുപ്പമുള്ള കാര്യമായിരുന്നില്ല. അവൻ അവളുടെ പുറകെയാണെന്ന് കണ്ടെത്തിയാൽ അമ്മ ഒരുപക്ഷെ അവളെ കൊന്നു കളഞ്ഞാലോ എന്ന് പോലും അവൻ പേടിച്ചിരുന്നു. അങ്ങനെ രഹസ്യമായി അവൻ അവൾക്ക് വേണ്ടിയുള്ള അന്വേഷണത്തിലായിരുന്നു. അതിന്റെ ഇടയിൽ അമ്മയ്ക്ക് സംശയം തോന്നാതിരിക്കാനായി അവൻ മായയെ കല്യാണം കഴിക്കാൻ തയ്യാറാണെന്ന രീതിയിൽ അമ്മയോട് സംസാരിക്കുന്ന പോലുമുണ്ട്. എന്തായാലും ഈ ഒരു വാർത്ത അറിയുന്ന ഷീ ആകട്ടെ താൻ ഇങ്ങനെ ഒരു പ്രശ്നത്തിലായിട്ടും തന്നെ അന്വേഷിച്ചെത്താൻ പോലും മനസ്സിലാതെ ഗോങ് തന്നെ പൂർണ്ണമായി മറന്ന് മറ്റൊരു ജീവിതത്തിലേക്ക് കടക്കാൻ പോകുന്നു എന്ന ഭയങ്കരമായ സങ്കടത്തിലുമായിരുന്നു. എന്തായാലും അങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞ് അവളുടെ ഡെലിവറി കഴിയുന്നു. പക്ഷെ കുഞ്ഞു പ്രസവത്തോടെ മരിച്ചു എന്ന രീതിയിലാണ് അന്വേഷിച്ചപ്പോ അവൾക്ക് അറിയാനായി കഴിഞ്ഞത്. അപ്പോഴേക്കും ഗോങ് അവളെ കണ്ടെത്തുകയും അവളുടെ അടുത്തെത്തി സംസാരിക്കുകയും ചെയ്യുന്നു. അവൾ ആദ്യം അവനോട് ഭയങ്കര കലിപ്പിലായിരുന്നുവെങ്കിലും അവൻ അവളെ അകറ്റി നിർത്തിയത് അവളെ സേഫ് ആക്കാനായിട്ടായിരുന്നു എന്ന് അവൻ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോൾ അവൾ ഹാപ്പി ആകുന്നുണ്ടെങ്കിലും അവന്റെ കൂടെ ഇപ്പൊ ഒന്നിക്കുന്ന ആ ഒരു സമയത്ത് കുഞ്ഞില്ലല്ലോ എന്ന സങ്കടം അവൾക്ക് നന്നായി തന്നെയുണ്ട്. അങ്ങനെ അവർ വിവാഹിതരാവുന്നുണ്ട്. പക്ഷെ വിവാഹശേഷം കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ തെളിയുമെന്ന് വിചാരിച്ചെങ്കിൽ കൂടുതലായി അത് പ്രശ്നത്തിലേക്ക് ആവുകയാണ്. ഷീ തട്ടിക്കൊണ്ടു പോകപ്പെടുകയും ഗോങ് അതിന്റെ ഇടയിൽ ഒരു ആക്സിഡന്റിൽ മരിക്കുകയും ചെയ്തു എന്നാണ് നമ്മൾ അറിയുന്നത്. ഷിയെ തട്ടിക്കൊണ്ടു പോയത് മറ്റാരുമല്ല, ചു ആണ്. അവൻ ഏറെ നാളായി മാറി നിന്ന് ഷിയെ തട്ടിക്കൊണ്ടു വരാനായിട്ടുള്ള കാര്യങ്ങൾ പ്ലാൻ ചെയ്യായിരുന്നു. ആക്ച്വലി അവൻ മനഃപൂർവ്വം തന്നെ ഷിയെ ഉപേക്ഷിച്ച് അവളുടെ സ്റ്റെപ്പ് സിസ്റ്ററിനെ കല്യാണം കഴിക്കാനായി ഇരുന്നതാണ്. എന്നിരുന്നാലും നിയാന്റെ കുടുംബം ദത്തെടുത്ത ഷീ യഥാർത്ഥത്തിൽ ഒരു സാധാരണ പെൺകുട്ടിയല്ല. അവൾ നല്ല സമ്പന്നമായ ഒരു കുടുംബത്തിലെ അംഗമായിരുന്നു. അവളെ ആ ഒരു ഫാമിലിയിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ അവൾ അനാഥയായി ഇവരുടെ ഫാമിലിയിലേക്ക് അഡോപ്റ്റ് ചെയ്തതാണ് എന്നത് നിയാനിൽ നിന്ന് മനസ്സിലാക്കിയ ചു അവളുടെ സ്വത്തൊന്ന് മാത്രം ലക്ഷ്യം വെച്ചാണ് വീണ്ടും ഷീയുടെ പുറകെ നടന്നത്. ഇപ്പൊ അവൾ ഗോങ്ങുമായി ഒന്നിക്കുന്നു എന്ന് കണ്ടപ്പോഴാണ് അവൻ ഇതും ചെയ്തത്. അങ്ങനെ അവളെ തട്ടിക്കൊണ്ട് വന്ന് അവൻ തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഈ ഒരു സമയം അവനെ ഒരിക്കലും ഈ ഒരു ചതിയന്റെ രൂപത്തിൽ അവൾ മനസ്സിൽ സങ്കല്പിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവനെ കാട്ടിക്കൂട്ടുന്നതൊക്കെ അവൾക്ക് ആദ്യം ഭയങ്കരമായ സങ്കടമായിരുന്നു. അതിനേക്കാൾ വലിയ സങ്കടമായിരുന്നു തന്നെ രക്ഷിക്കാൻ ഇനി ഗോങ് വരില്ലല്ലോ, അവൻ അപകടത്തിൽ മരിച്ചുപോയല്ലോ എന്ന ഒരു വാർത്ത അറിയുമ്പോൾ. ഈ അവസരം മുതലാക്കി അവളെ സ്വന്തമാക്കാനായി ചൂ ശ്രമിക്കുമ്പോൾ അവനെ ഒരിക്കലും തനിക്ക് തന്റെ ഗോങ്ങിന്റെ സ്ഥാനത്ത് കാണാൻ കഴിയില്ലെന്നും അവന്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് താൻ മരിക്കുന്നതാണെന്നും അവൾ അവനോട് ആക്രോശിക്കുന്നു. അവൾ ഒരിക്കലും തന്റെ കൂടെ വരാൻ റെഡിയല്ല, തന്നെ അവൾ അക്സെപ്റ്റ് ചെയ്യില്ല എന്ന് ചൂവിനും മനസ്സിലാവുന്നുണ്ട്. അങ്ങനെ ആ ഒരു സമയത്താണ് അവൻ നീ വിചാരിക്കുന്ന കണക്ക് ഗോങ് മരിച്ചിട്ടില്ല എന്ന് അവളോട് പറയുന്നത്. അവനെ അവന്റെ അമ്മ തന്നെ തട്ടിക്കൊണ്ടു വെച്ചിരിക്കുകയാണ്. അവർ വിചാരിക്കുന്ന രീതിയിൽ അവർ കാര്യങ്ങൾ ചെയ്യാത്തതിലുള്ള അവരുടെ പ്രതികാരമാണതെന്ന് മനസ്സിലാക്കുന്ന അവൾ അവനെ അന്വേഷിച്ച് കുറേ അലഞ്ഞു നടക്കുന്നു. ഒടുക്കം അവനെയും മരിച്ചു എന്ന് അവൾ കരുതിയ അവളുടെയും അവന്റെയും മകനെയും അവൾ കണ്ടെത്തുന്നു. കൂടാതെ ഈ ഒരു കാലയളവ് ആകുമ്പോഴേക്കും അവന്റെ ഒരു പേഴ്സണാലിറ്റി ഡിസോർഡർ എല്ലാം പൂർണ്ണമായും മാറിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ കാലയളവിൽ അവൻ ഇഷ്ടപ്പെട്ടിരുന്ന അവളെ ഇപ്പൊ അവൻ അതേ രീതിയിൽ ഇഷ്ടപ്പെടാനോ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിക്കാനോ കഴിയുന്നില്ല. അമ്മ മായയുടെ സഹായത്തോടെ അവന്റെ പേഴ്സണാലിറ്റിയിൽ ഒരുപാട്
മാറ്റങ്ങൾ വരുത്തിയിരുന്നു. അതുകൊണ്ട് തന്നെ അവനിപ്പോ അവളെ വേണ്ട, പക്ഷെ അവന്റെ കുട്ടിയുടെ കസ്റ്റഡി വേണമെന്ന നിലപാടിലാണ്. അങ്ങനെ കുഞ്ഞിനെ വിട്ടുകൊടുക്കാതെ താൻ അവൻ ആരായിരുന്നു എന്നത് അവനെ ബോധ്യപ്പെടുത്തിയെടുത്ത് അവനെ സ്വന്തമാക്കി എല്ലാവരുടെ മുന്നിൽ ജീവിക്കണം. അതിനായിട്ടാണ് ഇത്രയും നാൾ കഷ്ടപ്പെട്ടതെന്ന് ആ ഒരു തിരിച്ചറിവിന്റെ പുറത്ത് ഷീ നന്നായി തന്നെ ഫൈറ്റ് ചെയ്യുന്നു. അങ്ങനെ അവന്റെ പിറകെ നടന്ന അവൾക്ക് ആരായിരുന്നു എന്നത് അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് ഓർമ്മപ്പെടുത്താനായി സാധിക്കുന്നു. അതുകൊണ്ട് തന്നെ അവളെ ഉപേക്ഷിച്ച മകനെ മാത്രം സ്വന്തമാക്കുക എന്നെടുത്ത ഒരു തീരുമാനം മാറ്റി അവൻ കുഞ്ഞിന്റെയും അവളുടെയും കൂടെ ഹാപ്പിയായി ജീവിക്കാനായി തീരുമാനിക്കുന്നു. ഇനി ഒരിക്കലും ആർക്കും ഇവരെ തമ്മിൽ പിരിക്കാൻ പറ്റാത്ത രീതിയിൽ അവരങ്ങനെ ഒരു കുടുംബമായി ഒന്നിച്ച് മുന്നോട്ട് പോകുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു. ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യാം. വീണ്ടും കാണും വരെ ബൈ.